നമുക്ക് സിനിമയൊക്കെയാണോ നമ്മളെ ഇൻസ്പയർ ചെയ്യുന്നത്, LBക്ക് പോയതുപോലെ. അപ്പോൾ ഞാൻ മറ്റേ പിൻഗാമിയൊക്കെ കാണുന്ന കാലത്ത് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒരു ബുള്ളറ്റ് വാങ്ങണമെന്ന്. അന്നേരമാണ് നമുക്ക് 2016 ആകുമ്പോഴാണ് ഒരു ബുള്ളറ്റ് വാങ്ങാനുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നത്. ബുള്ളറ്റൊക്കെ വാങ്ങുന്നു. എല്ലാവരുടെയും ഒരാഗ്രഹമാണ് നമുക്കൊരു ഓൾ ഇന്ത്യ ബൈക്കിൽ ഒരു സോളോ റൈഡ് ചെയ്യണമെന്നൊക്കെ ഉള്ളത്. ഞാനിത് പ്ലാൻ ചെയ്യാൻ ആരംഭിച്ചപ്പോഴാണ് പലരും ചെയ്തിരിക്കുന്ന ട്രിപ്പ് ഓൾ ഇന്ത്യ ട്രിപ്പല്ല, ഇതിങ്ങനെ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് വരുന്നതാണ്. അപ്പം എനിക്കൊരു യാഥാർത്ഥ്യം മനസ്സിലായി, നമ്മൾ ഒരു 5 വർഷം കണ്ടിന്യൂസ് ട്രാവൽ ചെയ്താലും ഇന്ത്യ മൊത്തം ഒന്നും കാണാൻ പറ്റില്ല. എനിവേ ഞാൻ 21 സ്റ്റേറ്റ്സ് കവർ ചെയ്തു. എനിക്ക് അതിനിടയ്ക്കുണ്ടായ ഒരു വ്യത്യാസം എൻ്റെ ലൈഫിൽ സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2016 ഓഗസ്റ്റ് 18 ഞാൻ ഹിന്ദു ദിനപത്രത്തിലൊരു വാർത്ത കാണുകയാണ്. മച്ചലി എന്ന് പറയുന്നൊരു ഇന്ത്യൻ ടൈഗർ, സാധാരണ ഒരു മിലിറ്ററി പേഴ്സൺസ് ഒക്കെ മരിക്കുമ്പോൾ ഉള്ള പോലെ ബഹുമതികളോടുകൂടി അടക്കം ചെയ്തിരിക്കുന്നു. എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ ഒരു വാചകം കൊണ്ടുണ്ടായിരുന്നു. ദിസ് ടൈഗർ എൻസ് എവറി ഇയർ $10 million ഫോർ ഇന്ത്യ. ഭയങ്കര ക്യൂരിയസ് ആയി, കാരണം $10 million നേടിത്തരുന്ന ഒരു കടുവയുണ്ടായിരുന്നെന്നും ഈ കടുവയെ മറ്റേ രാജ്യം ബഹുമതിയോട് കൂടി മറ്റേ അടക്കം ചെയ്യുന്നൊരു വാർത്തയുടെ പത്രക്കട്ടിങ് കണ്ടിട്ട് ബാക്കി എൻ്റെ അറിയാൻ പറ്റുന്നില്ല. ഞാൻ ശ്രീനഗറിലൊക്കെ ചെന്ന ശേഷമാണ് ഇതിനെക്കുറിച്ച് ഗൂഗിൾ ചെയ്ത് നോക്കുന്നത്. അവിടെ മുതലാണ് ഞാൻ മച്ചലി എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ ടൈഗർ. നിങ്ങൾ ആരെങ്കിലും മച്ചലിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? മച്ചലി എന്ന് പറയുന്ന ഇന്ത്യൻ കടുവ 1996 or 1997 രത്തംബോർ നാഷണൽ പാർക്കിൽ രാജസ്ഥാനിൽ ജനിച്ചൊരു പെൺകടുവയാണ്. $10 million ഇന്ത്യൻ രാജ്യത്തിന് ഉണ്ടാക്കി തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗുണം നമ്മളെല്ലാവരും അനുഭവിച്ച ആൾക്കാരാണ്. 1996 or 1997 ഈ ഇത് കൃത്യമായ ഒരു ആധികാരിക രേഖകളൊന്നും കടുവ ജനിച്ചതിനെ കുറിച്ചുള്ളതല്ല. അതായത് എനിവേ രത്തൻബോർ നാഷണൽ പാർക്കിലാണ് ഈ കടുവ ജനിച്ചത്. 2004 റീജിയണിലൊക്കെ 15 കടുവയും കണ്ടായിരുന്ന രത്തൻബോർ നാഷണൽ പാർക്കിലൊക്കെ മൊത്തത്തിൽ ആ റീജിയണിലുണ്ടായിരുന്ന കടുവകൾ 2004 ആയപ്പോഴത്തേക്കും നോർമലി ഒരു കടുവയുടെ വിത്ത് ദ പ്രസൻസ് ഓഫ് ഫോറസ്റ്റ് ഓഫീഷ്യൽസ് ആണ് പറയുന്നത്. ഇത് ആധികാരികതയെക്കുറിച്ച് അവർ വേണമെങ്കിൽ ചോദിക്കട്ടെ. എനിക്ക് തോന്നുന്നു 2004 ആയപ്പോഴത്തേക്കും നോർമലി ഒരു കടുവയുടെ പ്രസവത്തിലൊക്കെ എന്ന് പറയുന്നത് ഒരു 2 കുഞ്ഞുങ്ങളുണ്ടാവും, മാക്സിമം ഒരു 2 or 3 പ്രസവം. നമ്മുടെ മച്ചലി 5 തവണ പ്രസവിച്ചു, 11 കുഞ്ഞുങ്ങളെ ഉണ്ടാക്കി. ഐ തിങ്ക് 7 ഫീമെയിൽ 4 മെയിൽ. ഈ 11 എണ്ണത്തിനെ ഇത് സംരക്ഷിച്ചെടുത്തു. ഇനി നിങ്ങൾ ആരെങ്കിലും മച്ചലിയുടെ ഫോട്ടോ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ആരെങ്കിലും ഇന്ത്യൻ സ്റ്റാമ്പിൽ ടൈഗറിന്റെ ഫോട്ടോ കണ്ടിട്ടുണ്ടോ? എല്ലാവരും കണ്ടിട്ടുണ്ടാവും, കാരണം ഒരൊറ്റ ഫോട്ടോയെ വന്നിട്ടുള്ളൂ. അത് മച്ചലിയുടെയാണ്. ആ മച്ചലിയുടെ ഇന്ത്യൻ സ്റ്റാമ്പിന്റെ അടിയിൽ ഒരു വാക്കും കൂടി എഴുതിയിട്ടുണ്ട്, രാജ്മാത എന്ന് പറയുന്നത്. രാജ്മാത എന്ന് ആ സ്റ്റാമ്പിൽ എഴുതിയിട്ടുണ്ട്. അത് ഇന്ത്യ ഗവൺമെന്റ് രാജ്മാത പട്ടം കൊടുത്തിരുന്നു. ഈ 11 കടുവ കുഞ്ഞുങ്ങളെ പെറ്റു നോക്കിയത് കൊണ്ടാണ് അതിന് രാജ്മാത പട്ടം കൊടുത്തത്. ഞാൻ നിങ്ങളോട് നേരത്തെ കഥ പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു 25 ചതുരശ്ര കിലോമീറ്ററിൽ ഒരു മെയിൽ ടൈഗറും 1-2 ഫീമെയിൽ ടൈഗേഴ്സും ഉണ്ടാവുകയുള്ളൂ. മീറ്റിങ്ങിന്റെ ഇഷ്യൂ കാരണം കുഞ്ഞുങ്ങളെ കൊന്നുകളയും. അങ്ങനെ വരുമ്പോൾ ആരാണ് ഫൈറ്റ് ചെയ്യേണ്ടത്? ഈ ഫീമെയിൽ ടൈഗറാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് 5 തവണ പ്രസവിച്ച് 11 കുഞ്ഞുങ്ങളെ സംരക്ഷിച്ചെടുക്കണമെങ്കിൽ ഇത്രയും മെയിൽ ടൈഗേഴ്സുമായിട്ട് ഫൈറ്റ് ചെയ്തിട്ടാണ് സേവ് ചെയ്തെടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇതിന് രാജ്മാതാ പട്ടം കൊടുത്തത്. 15 ടൈഗറായിരുന്ന ഈ റീജിയണിൽ 2004-2006 ആയപ്പോഴത്തേക്കും 50 ടൈഗർ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക്, അതായത് ഇന്ത്യയിലെ മൊത്തം ടൈഗറിന്റെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ പിന്നീടുണ്ടായത് ഓർത്ത് കഴിഞ്ഞാൽ അതിന്റെ കംപ്ലീറ്റ് അതിനൊരു എന്നാ പറയുന്ന ഒരു എലിവേറ്റിംഗ് സ്റ്റേജിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് രാജസ്ഥാൻ ആ ഒരു റീജിയണിൽ എത്തിക്കാൻ വേണ്ടി സാധിച്ച ഒരൊറ്റ ടൈഗ്രസാണ്. 2004-2006 കണ്ട് വലിയൊരു ഇൻസിഡന്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നു നാഷണൽ ജിയോഗ്രാഫിയിലൊക്കെ വന്നിട്ടുള്ളൊരു വീഡിയോ ആണ്. 12 feet or 14 feet ലെങ്തുള്ള ഒരു ക്രൊക്കോഡൈൽ വേഴ്സസ് മച്ചലി എന്ന് പറഞ്ഞ് യൂട്യൂബിൽ നോക്കി കഴിഞ്ഞാൽ ഇപ്പോഴും കിട്ടും. ഒരു കുട്ടിയെ മുതല വന്ന് പിടിച്ചുകൊണ്ട് പോയി. 3 ദിവസം പട്ടിണിക്ക് ഇരുന്നിട്ട് 3ാമത്തെ ദിവസം 100ഓളം മുതലകൾ കിടക്കുന്ന കുളത്തിൽ നിന്ന് ആ ഒരു പിക്യുലറായിട്ടൊരു മുതല കയറി വരുമ്പം ഈ മച്ചലിയിൽ നിന്നും ആക്രമിക്കുന്ന അതിനെ കൊന്നു കളഞ്ഞിട്ടാണ് അത് ഭക്ഷണം പോലും കഴിക്കുന്നത്. കുട്ടികളോടുള്ള സ്നേഹം നോർമലി രാജ്മാത പട്ടത്തിന് അർഹയായിട്ടുണ്ടായിരുന്ന ഇതാണ്. ഇതിനെങ്ങനെയാണ് $10 million പെർ ഇയർ ഇന്ത്യക്ക് വന്നുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും മോസ്റ്റ് ഫോട്ടോഗ്രാഫഡ് ആനിമലാണ് ഈ മച്ചലി. വളരെ ഹ്യൂമൻ ഫ്രണ്ട്ലി ആയിരുന്നു. ഒരിക്കൽ പോലും ഒരു മാൻ വേഴ്സസ് ആനിമൽ കോൺഫ്ലിക്റ്റ് മച്ചലിയുടെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ലായിരുന്നു. ഇതിനെ ലാസ്റ്റ് കാലഘട്ടമായി കഴിഞ്ഞപ്പോഴത്തേക്കും സ്വന്തമായി ഇര തേടാനുള്ള ഒരു ടൈഗറിൻ്റെയൊക്കെ ആയുസ് എന്ന് പറഞ്ഞാൽ ഒരു 10 വയസ്സ് 12 വയസ്സ് വരെ ജീവിച്ചിരിക്കുക. 97 ജനിച്ച കടുവ 16 മരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഏജ് ഏതാണ്ട് 19 വയസ്സായെന്നറിയാം. നോർമലി അത്രയും ഏജിലൊന്നും കടുവകൾ ജീവിച്ചിരിക്കാറില്ല. ഫൈനലായപ്പോഴത്തേക്ക് ഒരു സ്റ്റേജിലൊക്കെ ഇതിന് സ്വന്തമായി ഇതിൻ്റെ പല്ലും നഖമൊക്കെ കൊഴിയുന്ന അവസ്ഥയെത്തി.
ഇതിന് ഭക്ഷണം കൊടുക്കാൻ തുടങ്ങി, ഫീഡ് ചെയ്ത് കൊടുക്കുക. ഇടയ്ക്ക് 2 വർഷത്തോളം ഇത് മിസ്സിംഗ് ഒക്കെ ആയിരുന്നു, പിന്നീട് അതിനെ കണ്ടെത്തൊക്കെ ആയിരുന്നു. ഫീഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ സമയത്തൊക്കെ ഉല്ലാസ്കാരൻ ഒക്കെ പറഞ്ഞിരുന്ന കാര്യമുണ്ട്, ആനിമൽസ്, മനുഷ്യനാണേലും അങ്ങനെ തന്നെയാണ്, ദേ നാച്ചുറലി ബോൺ, ദേ ഹാവ് ടു ഡൈ നാച്ചുറലി. അതിനുള്ളൊരു അവസരം നിഷേധിക്കലാവും നമ്മൾ ഫീഡ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു അവസാന സ്റ്റേജിൽ അതിന് നോർമലി ഉള്ളൊരു മരണം ആയിരുന്നു. കാരണം വെച്ചാൽ അവസാനം ഫീഡിങ് കുറച്ചു. നല്ലമുത്ത് സാറിൻ്റെ ഒരു ഡോക്യുമെൻ്ററി ഉണ്ട്, വേൾഡ്സ് മോസ്റ്റ് ഫേമസ് ടൈഗ്രസ് എന്ന് പറഞ്ഞുകൊണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇന്ത്യയിൽ മൊത്തമുള്ള ഫോട്ടോഗ്രാഫ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ അതിൻ്റെ 50% മച്ചലിയുടെ ഒറ്റ ഫോട്ടോയാണ് കിട്ടുന്നത്. മച്ചലിക്ക് പേര് വരുന്നതിനൊക്കെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ, ഞാൻ വിട്ടുപോകുന്നതിനും അത് പറയാം. മച്ചലിയുടെ പേര് വരാൻ തന്നെ മുഖത്ത് നേരത്തെ കൃഷ്ണ സാർ പറഞ്ഞ പോലെ മീനിൻ്റെ ഒരു ചെറിയ പാടുണ്ടായിരുന്നു. ഈ രാജമാതാ പട്ടം വന്ന ടൈഗർ മരിക്കുന്നതിന് വലിയൊരു കാരണമുണ്ട്. രാജമാതയുടെ 2ാമത്തെ കുട്ടിയായിരുന്ന സുന്ദരിയുടെ അക്രമത്തിൽ പരിക്കേറ്റാണ് രാജമാതയ്ക്ക് സ്വന്തം മകളാണ് ഏറ്റവും അക്രമം ഉണ്ടായത്. അതൊരു മീറ്റിംഗ് ഇഷ്യൂ ആയിരുന്നു. ദാറ്റ്സ് വൈ വി ആർ കോൾഡ് ദം ആസ് ആൻ ആനിമൽ. അത് ആനിമലാണ്. വാട്ട് എവർ ആനിമൽ ഈസ് ആനിമൽ, ഹ്യൂമൻ ഈസ് ഹ്യൂമൻ. നമുക്കില്ലാത്ത കുറേ കാര്യങ്ങൾ അവരുണ്ട്, അവരുടെ കാര്യത്തിൽ നമ്മൾ പ്രഡിക്റ്റബിൾ ആകുന്നതും അതുകൊണ്ടാണ്. എപ്പോഴും ആനിമലും മനുഷ്യനാണ്. ഞാൻ ഇന്നും ഇത്രയൊക്കെ ഇതിനെയൊക്കെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും മനുഷ്യനേക്കാൾ വലുതായി ഞാൻ ഒന്നിനെയും മതിക്കുന്നില്ല. നമ്മുടെ ആഗ്രഹങ്ങളെയും ഇഷ്ടങ്ങളെയും നമ്മുടെ വാല്യൂവിനേക്കാൾ വലുതായിട്ടൊന്നുമില്ല. എനിക്ക് അവിടുന്ന് കിട്ടിയൊരു ഇൻസ്പിറേഷൻ എനിക്ക് എന്താണെന്ന് വെച്ചാൽ ആ കടുവയെ കാണാൻ വേണ്ടിയിട്ട് ലോകം മൊത്തം രത്തംബോറിലെത്തിയിരുന്നു. മറ്റേ BBC-യും ഡിസ്കവറിയും തമ്മിൽ കോമ്പറ്റീഷനായിരുന്നു എൻ്റെ മരണം ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു കടുവയാണ്, വെച്ചാൽ ഒരിക്കലും ഒരു സോഷ്യൽ ആനിമൽ അല്ലാത്ത ഒരു ജീവിയെ കാണാൻ അത്രയും ആൾക്കാർ അവിടെ എത്തുന്നു, അതിനെക്കുറിച്ച് ഇത്രയും വാർത്തകളാകുന്നു. ഞാൻ തിരിച്ചു വരുന്നത്, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളോ നമുക്ക് നമ്മുടേതായ ഒരു പെക്യുലാരിറ്റി ഉണ്ടെങ്കിൽ നമ്മളെ തേടി ലോകമെത്തും. ആ യാത്രയിൽ നിന്ന് ഞാൻ മൊത്തത്തിൽ മനസ്സിലാക്കിയൊരു കാര്യമാണ്, ഞാൻ യാത്ര ചെയ്തപ്പോൾ എനിക്ക് ഏറ്റവും വലിയൊരു എക്സ്പീരിയൻസ് ഉണ്ടായ കാര്യം ഞാൻ കണ്ട മനുഷ്യരായിരുന്നു. പല സ്ഥലത്ത് പോയി പല ആൾക്കാരെ കാണും. ശ്രീനഗറിൽ പോയി പ്രത്യേക സാഹചര്യത്തിൽ താമസിക്കും. ഞാനോർത്ത് മറ്റേ നിയോവിന് ഫസ്റ്റ് ശ്രീനഗറിനെ കുറിച്ചൊക്കെ കേട്ടിട്ട് പോകുന്ന ഹിച്ച് ഹൈക്കിങ് ചെയ്യുമ്പോഴുള്ളൊരു അനുഭവം ഉണ്ടല്ലോ. നമ്മൾ ഈ ടെററിസം ഇതൊക്കെ കേട്ടിട്ട് അവിടെ ചെല്ലുമ്പോൾ നമ്മൾ അവിടെ കാണുന്ന ഒരു രീതിയുണ്ട്, നമ്മൾ ഇവരെ സമീപിക്കുന്ന ഒരു രീതിയുണ്ട്. എനിക്ക് ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ഹോസ്പിറ്റാലിറ്റി കിട്ടിയിട്ടുള്ള സ്ഥലം ശ്രീനഗറാണ്. അവിടെ ഒരു ബിഹേവിയർ, ചില സമയത്തൊക്കെ ഞാൻ അവിടെ ബുദ്ധിമുട്ടി നിന്ന സമയത്തൊക്കെ സഹായിച്ച രീതികൾ ഞാൻ കണ്ടിട്ടുള്ളത് സ്ഥലങ്ങളല്ല എന്ന് എനിക്ക് 100% മനസ്സിലായി. എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് കിട്ടുന്നത് ഞാൻ മനുഷ്യരെ കാണുമ്പോഴാണ്, അതും പ്രത്യേകിച്ച് ഡിഫറെൻറ്റ് റീജിയണിൽ നിന്നുള്ള മനുഷ്യരെ കാണുമ്പോഴാണെന്ന് എനിക്ക് മനസ്സിലായി. സോ എനിക്ക് കിട്ടുന്ന ഹാപ്പിനെസ് എവിടെ നിന്നാണെന്ന് എനിക്ക് തിരിച്ചറിഞ്ഞൊരു മൊമെൻ്റ് ഉണ്ട്. എനിക്ക് ലോകം കാണണം, എനിക്കതിനെ പറ്റി ഏറ്റവും വലിയ ഓപ്ഷൻ ഞാൻ മനുഷ്യരെ തേടി പോകാണ്ട് മനുഷ്യരെന്നെ തേടി വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. സോ ഞാനിവിടെ തിരിച്ചു വന്നിട്ട് ആദ്യമായി എൻ്റെ ജോലി അങ്ങ് രാജിവെച്ചു. എനിക്കിത് എൻ്റെ സന്തോഷം അതാണെന്ന് തോന്നി. ഞാൻ ഒരു റൈഡേഴ്സ് വില്ല എന്ന് പറഞ്ഞൊരു ചെറിയൊരു സ്ഥാപനം തുടങ്ങി. എനിക്ക് അന്നൊരു ലക്ഷ്യമുണ്ടായിരുന്നു. തുടങ്ങിയ സമയത്താണ് ഞാൻ നിയോഗ് എൻ്റെ അടുത്തേക്ക് യാത്ര ചെയ്ത് വരുന്നത്. അപ്പോൾ നിയോഗ് എന്നോട് ചോദിച്ചിട്ടുണ്ട്, എനിക്ക് ലോകം കാണണം, അതെങ്ങനെയാണ് അവിടെ ഇരുന്ന് കാണുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നും ഇന്നും എനിക്കൊരൊറ്റ മോട്ടേ ഉള്ളൂ, ഐ ക്യാൻ സീ എൻ്റയർ വേൾഡ് ത്രൂ മൈ ഓൺ വിൻഡോസ്. 35 രാജ്യത്തു നിന്നുള്ളവരെ എനിക്ക് ഹോസ്റ്റ് ചെയ്യാൻ പറ്റി അവിടെ. നിയോഗ് അടക്കമുള്ള ഞാൻ ജീവിതത്തിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാർ, ഞാൻ കേൾക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന കഥകൾ എന്നോട് വന്നിരുന്ന് പറഞ്ഞു തരുന്ന ആൾക്കാരെ എനിക്ക് കാണാൻ പറ്റി. ഞാൻ മനുഷ്യരെ തേടിയാണ് യാത്ര ചെയ്തത്, ഞാൻ സ്ഥലങ്ങളല്ലായിരുന്നു തേടിയിരുന്നത്. അത് നിയോഗിൽ തുടങ്ങി, ഇൻക്ലൂഡിങ് ഓൾവേസ് ഞാൻ പറയുന്ന പോലെ സണ്ണി ലിയോൺ അടക്കമുള്ളവരെ എനിക്ക് ഹോസ്റ്റ് ചെയ്യാൻ പറ്റി. 28 സണ്ണി ലിയോണിനെ ഗൈഡ് ചെയ്യാൻ പറ്റി. സണ്ണി ലിയോൺ ഇസ് എ ബ്രാൻഡ്, അതുകൊണ്ട് മാത്രം ഞാൻ ഒരു പേരെടുത്ത് പറഞ്ഞു. അതുപോലെ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് എഴുത്തുകാർ, ഇന്ത്യയിൽ 22,000 കിലോമീറ്റർ ബൈക്കിൽ 6 മാസം യാത്ര ചെയ്തിട്ട് വന്ന നെതർലാൻഡ്സിൽ നിന്ന് വന്ന കപ്പിൾസ്, ഞാൻ അതിൽ നിന്ന് എൻ്റെ ഹാപ്പിനെസ് കണ്ടെത്തി. എനിക്ക് ദിസ് ഈസ് മൈ ലൈഫ് എന്ന് തോന്നുന്ന ഒരു മൊമെൻറ്റിൽ ഞാൻ എൻ്റെ എല്ലാ പരിപാടികളും പരിപൂർണമായി അവസാനിപ്പിച്ചു. എൻ്റെ വക്കീൽ പ്രൊഫഷൻ സർവൈവലിന് വേണ്ടിയിട്ടായിരുന്നു. എനിക്കെൻ്റെ ഹാപ്പിനെസ് കിട്ടുന്നത് ഞാൻ കാട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ മറ്റുള്ളവരെ സ്ഥലങ്ങൾ കാണിച്ചു കൊടുക്കുമ്പോൾ, മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ. കഴിഞ്ഞ ട്രെക്കിങ്ങിൽ വരാത്ത പുതിയതായി കുറച്ച് പേരെ കണ്ടല്ലോ, നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും കഥകൾ ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് കിട്ടും. പിന്നെ കടുവയെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുള്ള ആഗ്രഹം മൂത്ത് കഴിഞ്ഞപ്പോൾ നിയോഗ് ഫോളോ ചെയ്ത ഒരു മെത്തേഡ് എൻ്റേതായ ഭാഗത്തുനിന്ന് ഞാൻ ഫോളോ ചെയ്തു. എനിക്ക് കടുവയെക്കുറിച്ച് കൂടുതൽ പഠിക്കണമെങ്കിൽ ഇന്ത്യയിലെ കുറേ നിയമപ്രശ്നങ്ങളുണ്ട്. നമുക്കൊരു ടൈഗർ റിസർവിലും സ്വതന്ത്രമായി യാത്ര ചെയ്യാൻ സാധിക്കില്ല ഒരു സിവിലിയൻ എന്ന്.
അല്ലെങ്കിൽ നമ്മൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ ജോലിയിലെത്തണം. ദൈവാനുഗ്രഹത്താൽ 5 അടി 3 ഇഞ്ച് പൊക്കമുള്ള ഒരാൾക്കും ഇവിടുത്തെ ഇന്ത്യയിലെ ഒരു ഫോഴ്സും ജോലി കൊടുക്കുകയില്ല. അപ്പോൾ പിന്നെ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? ഞാൻ ഓപ്ഷൻസ് തിരഞ്ഞു തുടങ്ങി. നദി കടലിൽ ചെന്ന് ചേരണം എന്ന് പറയുന്നത് പോലെ എനിക്ക് കണ്ടെത്തിയൊരു ഓപ്ഷനാണ് നമുക്ക് വോളണ്ടിയർ ആയിട്ട് എവിടെയെങ്കിലും പോകാൻ പറ്റുമോ. ഞാൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്, ഇന്ത്യയിൽ ആകെ ഒരു സംസ്ഥാനത്ത് മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത് ടൈഗർ കൺസർവേഷനുമായിട്ട് ബന്ധപ്പെട്ട് സിവിലിയൻസിനെ കാടിൻ്റെ കോർസോണിൽ കയറ്റാൻ പറ്റുന്നത്. ഇപ്പോൾ ഇവർ ചോദിക്കുന്ന 2-3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങൾക്ക് ട്രെക്ക് ചെയ്ത് പരിചയമുണ്ട്. അപ്പോൾ നമുക്ക് ബോൺ ആൻഡ് ബോട്ടപ്പ് ഇൻ വെസ്റ്റേൺ ഗട്ട്സ് ബേസിക് കാര്യങ്ങൾ പറയുന്നു. ടൈഗറിനെ ലൈഫിൽ ഞാൻ സൂവിൽ കണ്ട പരിചയമല്ലാണ്ട് എനിക്ക് യാതൊന്നുമില്ല. വെരി കോർസോണിൽ പോകുന്ന ഫോറസ്റ്റ് ഓഫീഷ്യൽസ് പോലും ഇവരെല്ലാം നിർത്തിയിട്ട് പറയാം, ഞാൻ ഫോറസ്റ്റ് ഓഫീഷ്യൽസ് തന്നെ കോർസോണിൽ പോകുന്നവർ ലൈഫിൽ വളരെ ചുരുക്കം ടൈമിലാണ് ടൈഗറിനെ സ്പോട്ട് ചെയ്യുന്നത്. ദാറ്റ്സ് എ റിയാലിറ്റി. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സ് പറഞ്ഞതിനപ്പുറമുള്ള ചില റിയാലിറ്റീസ് ഉണ്ട്. വെരി കോർസോണിൽ കടുവയെ സ്പോട്ട് ചെയ്യുന്നത് പറഞ്ഞാൽ ഒരു ലക്ക് പോലാണ്, ശരിക്കും ഒരു ഭാഗ്യമാണ് ഈവൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇരിക്കുന്നവർക്ക് പോലും.